Good afternoon. Good afternoon, ma'am. Okay. തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോ ഇന്ന് നമ്മള് പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ ഒരു പേനയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചോട്ടോ. ഓക്കെ. മെഡിക്കൽ ടെർമിനോളജി ക്ലാസ് എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് കയ്യിൽ പേന ഉണ്ടാവണം കേട്ടോ. ഓക്കെ. അപ്പോ മെഡിക്കൽ ടെർമിനോളജി എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞത്? എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞത്? ഇനി ഐഡിയ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? മെഡിക്കൽ ടെർമിനോളജി ആദ്യമായിട്ട് കേൾക്കണോ? ഫസ്റ്റ് ടൈം ആണോ കേൾക്കുന്നത്? എന്താണ് ആരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്ത? 19 പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ഓക്കെ. ലാംഗ്വേജ് ഓഫ് മെഡിസിൻ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ വിസ്മയ. ലാംഗ്വേജ് ഓഫ് മെഡിസിൻ. പിന്നെ വേറെ എന്തെങ്കിലും? എല്ലാരും ഉറങ്ങിയിരിക്കുകയാണോ? ഉച്ചയായിട്ട് മഴയും തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെയാണോ? ഓക്കെ. അല്ല, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാല് വിസ്മയ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. മെഡിസിന്റെ ലാംഗ്വേജ് ആണ് എന്ത് നമ്മൾ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി. ഓക്കെ. അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് വിവിധ ഒരുപാട് മെറ്റാബോളിക് ആക്ടിവിറ്റീസുകളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം മെറ്റാബോളിക് ആക്ടിവിറ്റീസുകള് അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ അനാട്ടമി അല്ലെ, നമ്മുടെ ശാരീരികമായിട്ടുള്ള ഘടന, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങള് അല്ലെ, ഡിസീസസ്, അതുപോലെ തന്നെ സിംറ്റംസുകള്, പിന്നെ അതിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകള്, മറ്റുള്ള പ്രൊസീജിയറുകള്, അങ്ങനെയെല്ലാം അല്ലെ ഒരു ശരീരത്തിൽ നടക്കുന്ന എല്ലാവിധ പ്രോസസ്സുകളിലും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സർട്ടൻ വേർഡ്സ് ആൻഡ് ടേംസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമ്മുടെ ശരീരത്തിന്റെ അനാട്ടമി, നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസുകൾ, ശരീര അവയവങ്ങള്, പ്രൊസീജിയറുകള്, ട്രീറ്റ്മെന്റുകള്, രോഗങ്ങള്, രോഗലക്ഷണങ്ങള്, ഇവയൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർട്ടൻ വേർഡ്സ് ആൻഡ് ടേംസിനെയാണ് നമ്മൾ മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത്. അപ്പോ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ്. നമ്മുടെ മെഡിസിന്റെ ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കൊരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. കാര്യം എന്താന്ന് വെച്ചാല് എല്ലാവിധ ഹെൽത്ത് കെയർ എന്താ പറയുക, ഹെൽത്ത് പ്രൊഫഷണലുകൾക്ക് അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അല്ലാതെ ഒരു ഡോക്ടറും പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴല്ല അത് ഉപയോഗപ്പെടുത്തുന്നത്. കൂടുതൽ എന്താണ് കൂടുതലല്ല ഈ പറയുന്ന ഹെൽത്ത് പ്രൊഫഷണലുകൾക്കിടയിൽ അല്ലെ, അവർക്കിടയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഈ മെഡിക്കൽ ടെർമിനോളജി പഠിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ, അതിനെ നമ്മൾ പല പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ഇനി പഠിക്കാനുള്ള ഒരുപാട്
മെഡിക്കൽ ടേംസുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് അതിലേക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മെഡിക്കൽ ടെർമിനോളജി മനസ്സിലാക്കാനായിട്ട് നമ്മൾ അതിനെ പല പല കമ്പോണന്റുകളായിട്ട് തിരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും നമ്മുടെ മെഡിക്കൽ ടെർമിനോളജിയിൽ നമുക്ക് 4 കമ്പോണന്റുകളാണ് പഠിക്കാനുള്ളത്. 4 കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ പലതായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ്. അതിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് പ്രിഫിക്സ് ആണ്. ഓക്കെ, ഒന്നാമത്തത് പ്രിഫിക്സ് ആണ്. രണ്ടാമത്തത് സഫിക്സ് ആണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തത് റൂട്ട് വേർഡ് ആണ്. റൂട്ട് വേർഡ് എന്നോ അല്ലെങ്കിൽ നമുക്ക് വേർഡ് റൂട്ട് എന്നൊക്കെ പറയാം. ഓക്കെ, പിന്നെ നാലാമതൊരു കാര്യം, അത് പ്രത്യേകം അവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്, കമ്പൈനിങ് എ വവൽ എന്ന് പറയും. എന്താണ് കമ്പൈനിങ് എ വവൽ? അങ്ങനെ നമ്മൾ 4 കമ്പോണന്റുകളായിട്ട് തിരിച്ചു വേണം അതിന്റെ മെഡിക്കൽ ടെർമിനോളജി നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം. ഒന്ന് പ്രിഫിക്സ്, രണ്ടാമത്തത് സഫിക്സ്, മൂന്നാമത്തത് കോമൺ റൂട്ട് വേർഡ് അല്ലെങ്കിൽ നമുക്ക് വേർഡ് റൂട്ട് എന്ന് പറയാം. പിന്നെ വരുന്നത് കമ്പൈനിങ് എ വവൽ. വവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിൽ വവൽ ലെറ്റേഴ്സ് എന്നൊക്കെ അറിയാം അല്ലെ? ഏതൊക്കെയാണ്? എ ഉണ്ട്, ഇ, ഐ, ഒ, യു അല്ലെ? ഇതാണ് എന്ത്? വവൽസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും വവൽസുകൾ ഒന്നില്ലെങ്കിൽ നമ്മൾ പ്രിഫിക്സ് ആയിട്ടോ അല്ലെങ്കിൽ സഫിക്സിനോട് കൂടിയോ അതോ അല്ലെങ്കിൽ നമ്മൾ കോമൺ റൂട്ട് വേർഡിന്റെ കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ വേറൊരു വിഭാഗമായിട്ട് വരുന്നതാണ് അബ്രീവിയേഷൻസ് കേട്ടോ. ഇതാണ് അബ്രീവിയേഷൻസ് എന്നുവെച്ചാൽ എന്താണ്? ചുരുക്കെഴുത്തുന്നത്. ക്ലിയർ ആയോ? ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വായിക്കാട്ടോ. വായിക്കുന്നതിനേക്കാളും മുമ്പ് ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുക. ആദ്യം ഞാൻ പറഞ്ഞു ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫിക്സ് ആണ്. ഓക്കെ, പ്രിഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മളൊരു മെഡിക്കൽ ടേമിലെ നമ്മൾ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. പ്രിഫിക്സ് ആണ് അല്ലെ? പ്രീ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മുൻപ് എന്നുള്ള അർത്ഥമാണ് അല്ലെ? അതായത് നമ്മൾ ഇറ്റ് ഇസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം. ഒരു മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് പാർട്ട്, അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് പ്രിഫിക്സ് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്നറിയാം. ആദ്യം പ്രിഫിക്സ് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇടുന്നുണ്ട്. ഓക്കെ, ഒരു ഹൈഫൺ ഇടുന്നത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ പ്രിഫിക്സ് സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്, സഫിക്സ് പഠിക്കുന്നുണ്ട്, കോമൺ റൂട്ട് വേർഡ് പഠിക്കുന്നുണ്ട്, അബ്രീവിയേഷൻസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അപ്പൊ അത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ പ്രിഫിക്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രിഫിക്സ് എഴുതുന്ന സമയത്ത് കണ്ടോ, അത് ആദ്യം നമ്മൾ പഠിക്കുന്ന പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണല്ലോ. ഒരു മെഡിക്കൽ ടേമിന്റെ തുടക്ക ഭാഗമാണ്. അപ്പൊ അയാൾ ആദ്യം വന്നിട്ട് അതിനുശേഷം മറ്റു പല ടേംസുകള് അതിനകത്ത് വരാനുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെറിയൊരു ഹൈഫൺ ഇട്ടേക്കുന്നത്. പക്ഷെ സാധാരണ നമ്മളൊരു മെഡിക്കൽ ടേം ഒരിക്കലും ഇങ്ങനെ ഹൈഫൺസോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ എഴുതൂല പറയൂല. പക്ഷെ ഇതൊക്കെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്രിഫിക്സ് എഴുതുമ്പോൾ ആദ്യം പ്രിഫിക്സ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഉണ്ട്. അതെന്താ സൂചിപ്പിക്കുന്ന? പ്രിഫിക്സ് ബിഗിനിങ് പാർട്ടാണ്. അയാളെ കഴിഞ്ഞിട്ട് അയാളെ തുടർന്ന് ബാക്കി ഒരുപാട് ടേംസുകൾ, ഒരുപാട് ഭാഗങ്ങള് അതിന്റെ പുറകിൽ വരാനുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹൈഫൺ അവിടെ ഇട്ടുവെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയാണ് പ്രിഫിക്സിനെ പറ്റി നിങ്ങൾ അറിയേണ്ടത്. ഇറ്റ് ഇസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. ഓക്കെ, then വരുന്നത് സഫിക്സ് ആണ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് കേട്ടോ. എന്താണ്? എൻഡിങ് പാർട്ട്, അവസാന ഭാഗമാണ്. പ്രിഫിക്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് സഫിക്സ് ആണ്. സഫിക്സ് എങ്ങനെ എഴുതിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ഹൈഫൺ ഇടും കണ്ടോ. ആദ്യമാണ് ഹൈഫൺ ഇടുന്നത്, എന്നിട്ടാണ് സഫിക്സ് വരുന്നത്. കാര്യം എന്താ? സഫിക്സ് അവസാനത്തെ ആളല്ലേ, അവസാനം വരുന്ന ആളാണ്. അപ്പൊ ഒരുപാട് മെഡിക്കൽ ടേംസിൽ അതിന് മുന്നോടിയായിട്ട് മറ്റു പല ആളുകളും ഉണ്ടായിരുന്നു. മറ്റു പല ടേംസുകൾ തുടർന്നാണ് ലാസ്റ്റത്തെ ആളായിട്ടുള്ള സഫിക്സ് വരുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തുടക്കം ഒരു ഹൈഫൺ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഇയാളാണ് ലാസ്റ്റത്തെ ആള്. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് പഠിക്കാനുള്ളത് കോമൺ റൂട്ട് വേർഡ് ആണ് കേട്ടോ. ഓക്കെ, കോമൺ റൂട്ട് വേർഡ്. കോമൺ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്നൊക്കെ പറയും. ഇറ്റ് ഇസ് ദ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ചീഫ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. ഒരു മെഡിക്കൽ ടേമിന്റെ മെയിൻ ഭാഗം, ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ചീഫ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് കോമൺ റൂട്ട് വേർഡ് ആണ് അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ്. പിന്നെ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞ എന്താണ്? കമ്പൈനിങ് എ വവൽ. ഒരു വവൽ ആയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യും.
അത് പൊതുവെ നമ്മള് വൊവൽസില് 99% വൊവൽസിൽ നമ്മൾ ചേർക്കുന്നത് ഓ എന്ന് പറയുന്ന വേർഡാണ് അറ്റാച്ച് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ ഓ മാത്രമല്ല എയും ഇയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു 99% നമ്മൾ മെഡിക്കൽ ടേംസുകൾ എടുക്കുകയാണെങ്കിൽ കൂടുതലും ചേർക്കുന്നത് ഓ എന്ന് പറയുന്ന വാക്കാണ്. ഇനി വേറൊരു വിഭാഗമാണ് അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കെഴുത്താണ് അല്ലെ. നമ്മള് ഈ പറയുന്ന വലിയ വലിയ നോട്ട്സുകളൊക്കെ ഷോർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഷോർട്ടൻ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അബ്രീവിയേഷൻസ് അല്ലെ, ചുരുക്കെഴുത്തുകൾ. ഓക്കെ, ഇത്രയാണ്, ഇങ്ങനെ നമ്മൾ തിരിച്ചാണ് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പഠിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ നമുക്ക് വായിക്കാം. ഇതെന്തിനാ മനസ്സിലാക്കി വെക്കണേന്ന് വെച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പഠിക്കാതിരിക്കും കുറച്ചുകൂടെ നമുക്ക് എളുപ്പം. അതുകൊണ്ടാണ് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി. ഫസ്റ്റ് വൺ, എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കുക, ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ originated from the Greek and Latin. Okay, അപ്പൊ എന്താണ്? ഇസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ അല്ലെ, മെഡിസിന്റെ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നതാണ് മെഡിക്കൽ ടെർമിനോളജി. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. The language of medicine is known as എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ അടുത്ത് മെഡിക്കൽ ടെർമിനോളജി ഉണ്ടാവും, മെഡിക്കൽ കോഡിംഗ് ഉണ്ടാവും, മെഡിക്കൽ സ്ക്രൈബിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ആൻസർ വരിക, മെഡിക്കൽ ടെർമിനോളജി. ഓക്കെ, എവിടെ നിന്നാണ് ഈ ഒരു ടെർമിനോളജി എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ അല്ലെ, ഗ്രീക്ക് ലാറ്റിൻ ലാംഗ്വേജിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, ഇനി നോക്കാം, മെഡിക്കൽ ടെർമിനോളജി ഈസ് എംപ്ലോയ്ഡ് ഇൻ ഇന്റർനാഷണൽ ലാംഗ്വേജ് and it is also essential to communicate with the other medical workers. അപ്പൊ നമുക്കറിയാം മെഡിക്കൽ ടെർമിനോളജി ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ടാണ്, ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഹെൽത്ത് പ്രൊഫഷണലുകൾക്കും അവർക്ക് പരസ്പരം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? മെഡിക്കൽ ടെർമിനോളജി. അപ്പൊ എല്ലാ ആളുകൾക്കും ഏത് കൺട്രിയിൽ പോയാലും അവർക്ക് പരസ്പരം അത് മനസ്സിലാകുന്ന തരത്തിലാണ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ്, ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്, മെഡിക്കൽ ടെർമിനോളജിയെ കൺസിഡർ ചെയ്യുന്നത്. അവര് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, മെഡിക്കൽ, ഇനി എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്നുള്ളതിന് കറക്റ്റ് ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചാട്ടോ. നോക്കുക, മെഡിക്കൽ ടെർമിനോളജി ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് to specifically describe the human body elements, methods, circumstances, etc. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്നിട്ട് പറഞ്ഞില്ലേ നമ്മള് ഈ പറയുന്ന നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എന്താണ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, നമ്മുടെ ശരീരഭാഗങ്ങള്, അവയവങ്ങള്, വരുന്ന അസുഖങ്ങള്, പ്രൊസീജിയറുകള്, ട്രീറ്റ്മെന്റുകള്, രോഗങ്ങള്, രോഗലക്ഷണങ്ങള്, ഇവയൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർട്ടൈൻ വേർഡ്സ് ആൻഡ് ടേംസ്, അതിനെയാണ് നമ്മൾ മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത് അല്ലെ. Okay, understanding terminology requires words down into their separate components of prefix, suffix and root word and having a solid practical knowledge of those parts. അപ്പൊ നമുക്ക് മെഡിക്കൽ ടെർമിനോളജി പഠിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ സെപ്പറേറ്റ് കമ്പോണന്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ അതിനെ നമ്മൾ പ്രിഫിക്സ് എന്നും സഫിക്സ് എന്നും കോമൺ റൂട്ട് വേർഡ് എന്നും നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്താൽ പഠിക്കാൻ എളുപ്പത്തിൽ കേട്ടോ. അങ്ങനെ ഓരോ കമ്പോണന്റുകളായിട്ട് മാറ്റുന്നു. അതിനെപ്പറ്റി നമ്മൾ നല്ലൊരു അറിവോടുകൂടി മാത്രമേ നമുക്ക് മെഡിക്കൽ ടെർമിനോളജി പഠിക്കാനായിട്ട് സാധിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഭാഗമാണ് പ്രിഫിക്സ്. എന്താണ് പ്രിഫിക്സ് കേട്ടോ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്രിഫിക്സ് മീൻസ് എ വേർഡ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ വേർഡ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ മെഡിക്കൽ ടേം. നമ്മളൊരു മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ്ങില് തുടക്കം നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു വാക്കാണ്, ആ ഒരു ടേമാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ജനറലി ഡിസ്ക്രൈബ്സ് ലൊക്കേഷൻ ആൻഡ് ഇന്റൻസിറ്റി. അത് പൊതുവെ എന്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഇന്റൻസിറ്റി അല്ലെ, എന്തെങ്കിലും ഒരു തീവ്രതയുമായിട്ടോ അതിന്റെ ലൊക്കേഷനുമായിട്ടോ ബന്ധപ്പെട്ട് അത് നോക്കണ്ട, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ട് ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം എന്ന് പറഞ്ഞിട്ടാണ് പ്രിഫിക്സ്. ഓക്കെ, ഇനി അതിനെ കുറച്ച് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. Prefixes are often found in general language and in medical as well as the scientific terminology. അപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രിഫിക്സ് മെഡിക്കൽ ടെർമിനോളജിയിൽ മാത്രമല്ല, പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ജനറൽ ലാംഗ്വേജിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്രിഫിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ പൈലറ്റ്,
അല്ലെ? ഓട്ടോ, ഓട്ടോ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രിഫിക്സ് ആണ് അല്ലെ? ഓട്ടോ. അതുപോലെ സബ്മറൈൻ, സബ് അല്ലെ? സബ്മറൈൻ, സബ് എന്ന് പറയുന്നത് അവിടെ പ്രിഫിക്സ് ആണ്. അതുപോലെ ട്രൈസൈക്കിൾ, ട്രൈ അല്ലെ? ട്രൈസൈക്കിൾ, അല്ലെങ്കിൽ നമ്മൾ ബൈസൈക്കിൾ എന്നൊക്കെ പറയില്ലേ? ബൈസിക്കിൾ അല്ലെ? ബൈ. അതുപോലെ തന്നെ ട്രൈസൈക്കിൾ, ട്രൈ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രിഫിക്സ് ആണ്. അതുപോലെ നമ്മൾ പൊതുവെ പറയാറില്ലേ 3 ഡിഗ്രി, പറയാറില്ലേ? +2 ആണ് 3 ഡിഗ്രി, ഡിഗ്രിക്ക് മുമ്പ്. പ്രീ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രിഫിക്സ് ആണ് അല്ലെ? അപ്പൊ അത് നമ്മൾ പൊതുവെ ജനറൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ മെഡിക്കൽ ആസ് വെൽ സയന്റിഫിക് ടെർമിനോളജിക്കകത്തും പ്രിഫിക്സ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ജനറൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതിന് എക്സാമ്പിൾ നമ്മൾ കണ്ടു. നമുക്ക് വേണ്ടത് എന്താണ്? മെഡിക്കൽ ടെർമിനോളജിയിൽ 1-2 എക്സാമ്പിളുകൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. നോക്കാം. മെഡിക്കൽ വേർഡ്, ഒരു മെഡിക്കൽ വേർഡ് ആണ് ഇത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വെന്റിലേഷൻ അല്ലെ? വെന്റിലേഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് എ പ്രിഫിക്സ് ഹൈപ്പർ. ഹൈപ്പർ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുമ്പോൾ ദ മീനിങ് ഓഫ് ദ വേർഡ് ഈസ് ചേഞ്ച്ഡ്. ദാറ്റ് മീൻസ് ഹൈപ്പർ വെന്റിലേഷൻ എന്നായിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ വെന്റിലേഷൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ടേം ആണ്. നമ്മൾ തന്നെ പല ചാപ്റ്ററിലൊക്കെ കണ്ടു. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വായുപ്രവാഹം. വായുപ്രവാഹം എന്നാണല്ലോ അർത്ഥം. ഓക്കെ, അപ്പൊ ആ ഒരു വേർഡത്തിൽ കൂടെ നമ്മൾ ഹൈപ്പർ എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കാണ്. ഓക്കെ, ഹൈപ്പർ ഇപ്പോൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഹൈപ്പർ എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സിനെ നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുന്ന മെഡിക്കൽ ടേമിനോട് കൂടി അറ്റാച്ച് ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വായുപ്രവാഹമാണ്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഹൈപ്പർ വെന്റിലേഷൻ എന്ന് ആക്കി മാറ്റുമ്പോ അതിന്റെ മീനിങ് അങ്ങോട്ട് മാറാണ്. മീനിങ് ചേഞ്ച് അവിടെ. എന്താണെന്ന് അറിയാം അതിന്റെ മീനിങ് എന്താ അറിയോ? ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്ന രീതിയാണ് വളരെ വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം. അതിനെയാണ് നമ്മൾ ഹൈപ്പർ വെന്റിലേഷനുള്ള മീനിങ് വരുന്നത്. അപ്പൊ അല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വെന്റിലേഷൻ വായുപ്രവാഹമാണ്. ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഹൈ ലെവലാണ്. പക്ഷെ നമ്മൾ അത് തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അതിന്റെ വേർഡ് മീനിങ് മാറുന്നില്ല. മീനിങ് എന്താണ്? ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞ ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം, അതിന് വളരെ വേഗത്തിലുള്ള എന്താണ്? ബ്രീത്തിങ് ആണ്. ശ്വാസോച്ഛ്വാസത്തിനെയാണ് ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മെഡിക്കൽ വേർഡ് ദാറ്റ് കണ്ടെയ്ൻസ് എ പ്രിഫിക്സ് ഹൈപ്പർ, ദ മീനിങ് ഓഫ് ദ വേർഡ് ഈസ് ചേഞ്ച്ഡ്. എന്തായി മാറി? ഹൈപ്പർ വെന്റിലേഷൻ ആയിട്ട് മാറി. ഓക്കെ, നോട്ട് ഓൾ മെഡിക്കൽ ടേംസ് ഹാവ് പ്രിഫിക്സസ്. എന്ന രീതിയിൽ എല്ലാ മെഡിക്കൽ ടേംസിന് പ്രിഫിക്സ് ഉണ്ടാകുന്ന നിർബന്ധമുണ്ടോ? ഇല്ല, എല്ലാത്തിനും ഉണ്ടാവില്ല കേട്ടോ. ടു ലേൺ ടു ഐഡന്റിഫൈ എ ഫ്യൂ ഓഫ് ദ മോർ കോമൺലി യൂസ്ഡ് മെഡിക്കൽ പ്രിഫിക്സസ് you can make out of the meanings of terms that may not be instantly familiar to you. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ പ്രിഫിക്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ മീനിങ്ങുകൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാനായിട്ട്. നമുക്കറിയാം ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്ത് വന്നത് ഗ്രീക്ക് ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ്. ഗ്രീക്ക് ലാറ്റിൻ വാക്കുകളൊന്നും നമുക്കറിയില്ല, പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങുകൾ നമുക്കറിയാൻ പറ്റും. എന്നാൽ ആ ഇംഗ്ലീഷ് മീനിങ് അടക്കമാണ് ചാപ്റ്ററിനകത്ത് കൊടുത്തിരുന്നത്. ഇംഗ്ലീഷ് വേർഡ് മീനിങ് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രിഫിക്സിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം. ഓക്കെ, മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് പാർട്ട് അല്ലെങ്കിൽ ദ വേർഡ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് പ്രിഫിക്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? അതുപോലെ നമുക്ക് പറയാവുന്നതാണ് ഈ പറയുന്ന 3 ഡിഗ്രി ഒക്കെ നമ്മൾ പറയും. ഇപ്പൊ കോമൺ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം പറയാറില്ലേ നമ്മള്? ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം പറയാറില്ലേ? അല്ലെ ഹൈപ്പർ ഹൈപ്പോ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രിഫിക്സുകളാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? പ്രിഫിക്സ് മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നതാണ് സഫിക്സ്. ഓക്കെ, സഫിക്സ് എന്താന്നാ പറഞ്ഞത്? ഇറ്റ് ഈസ് ദ എൻഡിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ വേർഡ് ആണ് അല്ലെ? ഓക്കെ, മെഡിക്കൽ വേർഡ് എന്നല്ല കേട്ടോ, എല്ലാ വേർഡിലും കോമൺ ആണ്. മെഡിക്കൽ ടെർമിനോളജി ആയതുകൊണ്ടാണ് മെഡിക്കൽ ടേം എന്ന് പറയുന്നത്. എല്ലാത്തിനും ഇതിനകത്ത് എല്ലാ ലാംഗ്വേജിലും ഉണ്ടല്ലോ സഫിക്സ് ഒക്കെ. ഓക്കെ, സഫിക്സ് എന്ന് പറഞ്ഞാൽ ആർ ദ യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ്സ് ടു ആൾട്ടർ ദ റിയൽ മീനിങ് അല്ലെ? സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എൻഡിങ് പാർട്ട് ഓഫ് ദ വേർഡ് ആണ് അല്ലെ? ആ വേർഡിന്റെ ലാസ്റ്റ് ഭാഗം, അവസാന ഭാഗത്തെ, അതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. അത് ചേരുന്നതോടുകൂടി അതിന്റെ റിയൽ മീനിങ് തന്നെ ആൾക്കാവും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വെന്റിലേഷൻ, ഹൈപ്പർ ചേർന്നപ്പോ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞ മീനിങ് വേറെ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ രീതിയിലോട്ട് അതിന്റെ മീനിങ്ങുകൾ ചേഞ്ച് വരുന്നു. In medical terminology, a suffix normally point out indicates a procedure, condition, disease or a part of speech. പൊതുവേ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ സഫിക്സുകൾ എന്തിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന? പ്രൊസീജിയർ, അല്ലെങ്കിൽ ചില നടപടിക്രമങ്ങളാവാം, ചില കണ്ടീഷൻ, ചില മെഡിക്കൽ കണ്ടീഷൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ഡിസീസ് അസുഖങ്ങൾ, അതുപോലെ പാർട്ട് ഓഫ് എ സ്പീച്ച് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് ഓഫ് എ സ്പീച്ച്
സംസാരത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ സഫിക്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോ അതിനൊരു എക്സാമ്പിൾ അവിടെ പറയുന്നത് എ കോമൺലി യൂസ്ഡ് സഫിക്സ് ഇസ് ഐറ്റിസ് എന്നാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് അല്ലേ? ടിക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്, നിങ്ങളുടെ കറക്റ്റ് അല്ലേ? ITIS എന്നാണ് കേട്ടോ, ഐറ്റിസ്. ഓക്കെ, കറക്റ്റ് അല്ലേ? ടെക്സ്റ്റിൽ കറക്റ്റ് അല്ലേ? ഓക്കെ ആണ്, ഐറ്റിസ് ആണ് കേട്ടോ. ഇതിനെന്ത് സ്ക്രീനിൽ നോക്കണ്ട, തെറ്റാണ്. ഇറ്റ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്, ഐറ്റിസ്, ITIS. ഓക്കെ, അതൊരു സഫിക്സ് ആണ്. നോക്കുക, വിച്ച് മീൻസ് ഇൻഫ്ലമേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ഐറ്റിസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് വാക്കാണ്. അതിന്റെ അർത്ഥം നമുക്കറിയില്ല, പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? ഇൻഫ്ലമേഷൻ എന്നാണ്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്കം അല്ലെ, സ്വെല്ലിംഗ്, അതിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. So when the suffix is paired with a prefix arthro, arthro എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ കൂടെ നമ്മൾ ഐറ്റിസ് എന്ന് പറയുന്ന സഫിക്സിനെ ചേർക്കുകയാണ്. ഓക്കെ, ആർത്രോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? വിച്ച് മീൻസ് ജോയിന്റ് എന്നാണ്. ഓക്കെ, വിച്ച് മീൻസ് ജോയിന്റ്, സന്ധി എന്നാണ് അർത്ഥം ആർത്രോ. ആർത്രോ എന്ന വാക്കിന്റെ കൂടെ ഐറ്റിസ് എന്ന് പറയുന്ന ആ ഒരു സഫിക്സിനെ നമ്മൾ കൂട്ടിച്ചേർക്കാണ്. അപ്പൊ കൂട്ടിച്ചേർക്കുമ്പോൾ ആ വേർഡ് എന്തായി മാറി? The word that comes out is arthritis. ഇതായിട്ട് മാറി, arthritis എന്ന് മാറി. arthritis നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്താണ്? സന്ധിവാദം അല്ലെ? ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്ധിവാദം. അതിന്റെ മീനിങ് അപ്പൊ എന്താണ്? ഇസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ് അല്ലെ? ഐറ്റിസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇൻഫ്ലമേഷൻ ആണല്ലോ, ആർത്രോ എന്ന വാക്കിന്റെ അർത്ഥം ജോയിന്റ് എന്നാണ്. അപ്പൊ അവ തമ്മിൽ കമ്പൈൻ ചെയ്ത് ആർത്രൈറ്റിസ് എന്നായി കഴിയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ് അഥവാ സന്ധിവാദം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ സംടൈംസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ to alter the last letter or letters of the root word or prefix when a suffix is added to make the pronunciation easier. ഇവിടെ പറയുന്നുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ലെറ്റർ എന്ത് ചെയ്യും, അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും, മാറ്റും. ഇതിനങ്ങനെ മാറ്റുന്നത് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ ആർത്രോ എന്ന് പറഞ്ഞു, ആർത്രോ ഓയിലല്ലേ അവസാനിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിന്റെ കൂടെ ഐറ്റിസ് ചേർന്നപ്പോ ആർത്രൈറ്റിസ് ആയി മാറി അല്ലെ? HRI ആയി മാറി. ഓ മാറിയിട്ട് ഓയിലിന്റെ ലാസ്റ്റ് ലെറ്റർ അവിടെ ആൾട്ടർ ചെയ്തിട്ട് എന്തായി മാറി? I എന്ന് കിട്ടി അല്ലെ? I എന്നായിട്ട് മാറി. അപ്പൊ നമുക്കറിയാം ആർത്രോയിറ്റിസ് എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ? ഓ കൂട്ടിച്ചേർത്ത് പറയണം. ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോഴല്ലേ നമ്മുടെ പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടെ നമുക്ക് ഈസി ആക്കാനായിട്ട് പറ്റുന്നത്. അതാണ് അവിടെ പറഞ്ഞത്. Sometimes it is essential to alter the last letter or letters of the root word or prefix when a suffix is added to make the pronunciation easier. Okay, clear ആയോ പറഞ്ഞത്? അതുപോലെ ഏറ്റവും വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ലോജി, LOGY കേട്ടിട്ടുണ്ടല്ലോ നിങ്ങള്? ലോജി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വാക്കാണ്. എന്താണെന്ന് അറിയാം ഇംഗ്ലീഷ് മീനിങ് എന്താ? സ്റ്റഡി ഓഫ്, സയൻസ് ഓഫ് എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഇഷ്ടംപോലെ വാക്കുകൾ പറയുന്നത്. ബയോളജി അല്ലെ? ബയോളജി, ലോജി അല്ലെ? ബയോളജി, സുവോളജി, കാർഡിയോളജി അല്ലെ? കാർഡിയോളജി. ലോജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് നടത്താം, സയൻസ് ഓഫ് ഹാർട്ട്, കാർഡിയോളജി. പൾമണോളജി അല്ലെ? സ്റ്റഡി ഓഫ് ലങ്സ്. അതുപോലെ നെഫ്രോളജി അല്ലെ? സ്റ്റഡി ഓഫ് കിഡ്നി. അല്ലെങ്കിൽ നമ്മൾ പറയും എന്താണ്, അങ്ങനെ ഒത്തിരി പറയാം. അതുപോലെ ഗൈനക്കോളജി, സ്റ്റഡി ഓഫ് ഇന്ത്യൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പൊ സ്റ്റഡി ഓഫ്, സയൻസ് ഓഫ് എന്നുള്ള അർത്ഥമാണ് ലോജി എന്ന് പറയുന്ന സഫിക്സിനുണ്ട്. ക്ലിയർ? ഓക്കെ, ഐറ്റിസ് പോലെ ഹെപ്പറ്റൈറ്റിസ് അല്ലെ? ആർത്രൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്, ഹെപ്പറ്റൈറ്റിസ് എന്താണ്? ഇറ്റ് ഇസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ആണ്. തന്നെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അല്ലെ? കരൾ വീക്കം എന്ന് പറയും. അതുപോലെ തന്നെയാണ് ആർത്രൈറ്റിസ്, ഐറ്റിസിൽ ചേർക്കുന്നേ. അതുപോലെ ബയോളജി, ലോജി, സുവോളജി, നെഫ്രോളജി, കാർഡിയോളജി, പൾമണോളജി, സൈക്കോളജി, ഇതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മനസ്സിലായോ? അടുത്തതാണ് റൂട്ട് വേർഡ്, അല്ലെങ്കിൽ നമുക്ക് വേർഡ് റൂട്ട് എന്ന് പറയാം കേട്ടോ. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ചീഫ് പാർട്ട് ഓർ സ്റ്റെം ഓഫ് എ വേർഡ് ഈസ് നോൺ ആസ് എ റൂട്ട് വേർഡ്. സ്റ്റെം ആണ് അല്ലെ? മെയിൻ ഭാഗമാണ്. ചീഫ് പാർട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് എ വേർഡ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? റൂട്ട് വേർഡ് ആണ് കേട്ടോ. ഓക്കെ, എ റൂട്ട് വേർഡ് ക്യാരീസ് ദ എസെൻഷ്യൽ മീനിങ് ഓഫ് ദ വേർഡ് ആൻഡ് ഫ്രീക്വന്റ്ലി പോയിന്റ്സ് ഔട്ട് എ ബോഡി പാർട്ട്. അപ്പൊ പൊതുവേ നമ്മുടെ റൂട്ട് വേർഡ് സാധാരണ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി ഓർഗൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂട്ട് വേർഡ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, നോക്കാം. It can combining form the root word at a combining vowel like I,
E, O, or A may be blended with the another root word, a prefix or a suffix to describe a particular structure or condition. അതാണ് ഞാൻ നാലാമത്തെ ഒരു കമ്പോണന്റ് എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞത്. സെപ്പറേറ്റ് കൊടുത്തിട്ട് അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഈ കോമൺ റൂട്ട് വേർഡിന്റെ കൂടെ ഏതെങ്കിലും ഒരു വമ്പല് നമ്മൾ കമ്പൈൻ ചെയ്യും. അപ്പൊ 99% നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന വമ്പൽ O ആയിരിക്കും. പക്ഷെ എന്നാലും E ഉണ്ട്, അതുപോലെ എയും ഒക്കെ നമ്മൾ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മുടെ എന്തിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്, നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വമ്പലുമായിട്ട് അതിനെ കൂട്ടിച്ചേർക്കുന്നത് കേട്ടോ. ഓക്കെ, അത് കൂട്ടുവേടിനോട് കൂടി മാത്രമല്ല, ചിലപ്പോൾ പ്രിഫിക്സിന്റെ സഫിക്സിന്റെ കൂടെയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഇനി ഒരു എക്സാമ്പിൾ ആണ് അവിടെ പറയുന്നത്. A regularly used term in EMS is CPR. EMS എന്താണ്? എമർജൻസി മെഡിക്കൽ സർവീസ് എന്നാണ് കേട്ടോ. നിങ്ങൾ ആംബുലൻസ് പഠിച്ചിരുന്നോ? ആംബുലൻസ് സർവീസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഉണ്ടല്ലോ അത് എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ അവിടെ പഠിച്ചല്ലോ EMS, അതിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണേ. അപ്പൊ നമ്മള് EMSന്റെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് CPR അല്ലെ. CPR എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്താണത്? കാർഡിയോ പൾമണറി, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. അതാണ് കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ നോക്കാം. അതിനകത്ത് കാർഡിയോ പൾമണറി എന്ന് പറയുന്നതാണ് അവിടുത്തെ റൂട്ട് വേർഡ്. ഓക്കെ, when we break it down, നമ്മൾ ആ വാക്കിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ the cardio is a root word അല്ലെ. കാർഡിയോ ആണ് എന്ത്? അവിടുത്തെ റൂട്ട് വേർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, റൂട്ട് വേർഡ് സാധാരണ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ബോഡി പാർട്ട്, ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിനെയാണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത്. കാർഡിയോ ഇസ് എന്താണ്? വിച്ച് മീൻസ് ഹാർട്ട് എന്നർത്ഥം. പൾമണറി ഇസ് എ റൂട്ട് വേർഡ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ബോഡി പാർട്ടാണ്? ലങ്സ് ആണ് അല്ലെ. ശ്വാസകോശത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കി, കാർഡിയോ പൾമണറി എന്ന് പറയുമ്പോൾ അതാണ് അവിടുത്തെ റൂട്ട് വേർഡ്. മെയിൻ ബോഡി പാർട്ടിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ കാർഡിയോ എന്നാണ് ചേർക്കുന്നത്. O എന്ന വവലാണ് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. O എന്ന വവലല്ലേ നമ്മൾ ചെയ്യുന്നത്? കാർഡിയ എന്നല്ല പറയുന്നത് അല്ലെ. കാർഡിയോ പൾമണറി എന്നാണ് പറയുന്നത്. Okay, now look, while executing CPR, we introduce the air into the lungs and circulate the blood by pressing the heart to revive the patient. അറിയാം, CPR കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ CPR എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ശരിക്കും ലങ്സിനകത്തേക്ക് നമ്മൾ എയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എയറിനെ കടത്തി വിടുകയാണ് അല്ലെ. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? നെഞ്ചിനെ ഇങ്ങനെ അമർത്തും അല്ലെ, പ്രസ് ചെയ്യും. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിലേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? റിവൈവ് ചെയ്യാണ് അല്ലെ. അതിനെ ഒന്ന് എന്താണ് നമ്മൾ തിരിച്ചു പിടിക്കാണ്. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം, അറിയാലോ. CPR, കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. ഇനി പറയുന്നത് some root words may also be used as a prefixes or suffixes. ചില റൂട്ട് വേർഡുകൾ നമ്മൾ പ്രിഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ. ദാറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ അല്ലെ. ലാറ്റിൻ ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് എന്ത് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അതൊരു മെഡിസിന്റെ ഭാഷയായിട്ടാണ് അത് കണക്കാക്കുന്നത്. അപ്പൊ ഇപ്പോഴും ഓർക്കാം കേട്ടോ, ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണലിലേക്ക് അവർക്കിടയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഡോക്ടർ പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ പേഷ്യൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ല അത്. ഡോക്ടേഴ്സ് അവർക്കിടയിൽ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഡോക്ടേഴ്സ് മാത്രമല്ല മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് പ്രൊഫഷണലുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അതിന്റെ മെയിൻ ഭാഗങ്ങൾ ഇതൊക്കെയാണ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ട് ബിഗിനിങ് പാർട്ട് ഓഫ് ദ വേർഡ് ആണ്. ഓക്കെ, സഫിക്സ് എന്ന് പറഞ്ഞിട്ട് എൻഡിങ് പാർട്ട് ഓഫ് ദ വേർഡ് ആണ്. കോമൺ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ചീഫ് പാർട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ട് അല്ലെങ്കിൽ സ്റ്റെം ഓഫ് എ വേർഡ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് റൂട്ട് വേർഡ് ആണ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? കമ്പൈനിങ് ഒരു വവലും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യും. എന്തിനാണ്? അതിന്റെ പർപ്പസ് എന്താ? ഈ പറഞ്ഞ ടു മേക്ക് അവർ പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വവലും നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അതുപോലെ നിങ്ങൾ റൂട്ട് വേർഡിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മളിപ്പോ CPR പറഞ്ഞല്ലോ, കാർഡിയോ പൾമണറി. അതുപോലെ നമ്മള് ഹെപ്പറ്റൈറ്റിസ് നേരത്തെ പറഞ്ഞ വാക്കാം. ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പാറ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ റൂട്ട് വേർഡ്. ഹെപ്പാറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. അതിന്റെ മീനിങ് എന്താ? ഇംഗ്ലീഷ് മീനിങ് എന്താ? ഹെപ്പാറ്റ് എന്ന് പറയുമ്പോൾ ലിവർ ആണ് അല്ലെ. ലിവർ എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഇംഗ്ലീഷ് മീനിങ് ലിവർ എന്നാണ്. ഓക്കെ, അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ എന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആയല്ലോ?
അതുപോലെ നമ്മള് എന്താ പറയാ ഗൈസ്ട്രോ അല്ലെ, ഗൈസ്ട്രോ എന്ററൈറ്റിസ് നമ്മൾ പഠിച്ചതാണ് ഡിപ്പാർട്ട്മെന്റിനകത്ത്. ഗൈസ്ട്രോ എന്ന വാക്ക് അത് ഇതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സ്റ്റൊമക്കിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ, സ്റ്റൊമക്ക് എന്ന ബോഡി പാർട്ടിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ എൻറ്ററോ, ഗാസ്ട്രോ എൻറ്ററൈൻ, എൻറ്ററ എന്ന് പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ കുടല് ഇന്റസ്റ്റൈൻസിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അവിടുത്തെ റൂട്ട് വേർഡായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഗ്രീക്ക് പദം അറിയില്ല, പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് വെച്ചിട്ടാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു വിഭാഗം ഉണ്ടായിരുന്നത്. ഓക്കെ, അതാണ് അബ്രീവിയേഷൻസ്. അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചുരുക്കെഴുത്തുകളാണ്. അറിയാലോ, നമ്മൾ കുറെ ഇടത്ത് പഠിച്ചിട്ടുണ്ട്. Abbreviations are the words which are used to shorten notes or documentation. Underline ചെയ്ത് വെക്കാം, അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. Dash are the words which are used to shorten notes or documentation. Documentation എന്ന് വെച്ചാൽ രേഖപ്പെടുത്താൻ കേട്ടോ. നമ്മളിങ്ങനെ വലിയ വലിയ നോട്ടുകളൊക്കെ ഷോർട്ടൻ ചെയ്യാനും അതുപോലെ രേഖപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, abbreviations ആണ്. When using abbreviations in patient care reports, you have better use only standard accepted abbreviations to avoid the confusion and errors. അപ്പൊ നമ്മൾ അബ്രീവിയേഷൻ യൂസ് ചെയ്യുമ്പോൾ പേഷ്യന്റ് റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ അബ്രീവിയേഷൻസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻ, മീൻസ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് നമ്മൾ ഉപയോഗിച്ചിരിക്കണം. എനിക്ക് വേണ്ടിയിട്ട് അത് ടു അവർക്ക് ഇത് കൺഫ്യൂഷൻ അല്ലെ, അതിന്റെ കൺഫ്യൂഷൻ എററുകളൊന്നും വരാതിരിക്കാനായിട്ട്. അതായത് നമ്മുടെ വായിൽ തോന്നിയ പോലുള്ള എന്താ പറയാ അബ്രീവിയേഷൻ ഒന്നും എടുത്ത് എഴുതാൻ പാടില്ല. അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാലും അത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിരിക്കും. കാരണം ഏത് മേഖലകളിൽ ഏത് രാജ്യങ്ങളിലുമുള്ള എന്താ പറയാ ഹെൽത്ത് പ്രൊഫഷണൽക്ക് അത് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവണം. അതേ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആക്സെപ്റ്റഡ് അബ്രീവിയേഷൻസ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, this list is meant to help decipher documents written by other health care professionals. മനസ്സിലായല്ലോ, മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു പേഷ്യന്റ് ആണ്, ഇപ്പൊ ഒരു അമേരിക്കയിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, അതിൽ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അബ്രീവിയേഷനും യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയാൽ മാത്രമേ അത് റീഡ് ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നാട്ടിൽ വന്ന് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിന്റെ മെഡിക്കൽ റെക്കോർഡിൽ കാണുമ്പോൾ മനസ്സിലാവണമെങ്കിൽ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ആയിരിക്കണം അല്ലെ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, clear ആണല്ലോ. Before using any abbreviations in reports, it is essential to be familiar with the approved use of abbreviations in your local jurisdiction of service area. അവരൊന്നുമല്ല, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ റിപ്പോർട്ടുകൾ അബ്രീവിയേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അബ്രീവിയേഷൻസ് ഏതൊക്കെയാണ്, അപ്രൂവ്ഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിവുണ്ടാവണം. അതിനനുസരിച്ച് വേണം നമ്മളത് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെർമിനോളജിയിലേക്ക് കടക്കാം. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കാമോ? ഒന്ന് വായിക്കും കേട്ടോ. 2 minutes തരാം, വായിച്ചു നോക്കാം. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഡെസിഫർ എന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡെസിഫർ മീൻസ് മനസ്സിലാക്കുക.
ടു ഡെസിഫർ ദ റിയൽ മീനിങ് എന്ന് വെച്ചാൽ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കാൻ കേട്ടോ. അവർട്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. അവർട്ടില്ലേ വീയാത്ത അവർട്ട് മീൻസ് ഒഴിവാക്കുക കേട്ടോ. അപ്പൊ ഇനിയിപ്പോ പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോ, അപ്പൊ നമുക്ക് ടിക്കൊക്കെ ചെയ്ത് വിടാം കേട്ടോ. ഇതിൽ വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നും നമുക്ക് തരാനില്ല കേട്ടോ. പ്രിഫിക്സ് ഇനിയിപ്പോ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ക്ലാസ്. കാര്യം ഇത് വന്ന് ഇതിനെ വായിക്കുക, അതിന്റെ മീനിങ്ങുകൾ പറഞ്ഞു പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പേജ് അങ്ങനെ തുടങ്ങാം. ഓക്കെ, 327 ഉണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. മൊത്തം പ്രിഫിക്സും സഫിക്സും കോമൺ റൂട്ട് വേർഡും അബ്രിവേഷൻ ഒക്കെ ആയിട്ട് മൊത്തം എന്താ പറയാ, അബ്രിവേഷൻ മാത്രം 327 ഉണ്ട് കേട്ടോ. അബ്രിവേഷൻ മാത്രം 327 ഉണ്ട്. പ്രത്യേകിച്ചും പഠിക്കാനുണ്ട്. ശരിക്കും നമ്മൾ ഈ മാർക്ക് ചെയ്ത് തരുന്നതിനകത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് കേട്ടോ. ഓക്കെ, മാർക്ക് ചെയ്ത് തരുന്നത് എന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ മറ്റുള്ളത് പഠിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ മാർക്ക് ചെയ്ത് തരുന്നത് നിർബന്ധമായിട്ട് പഠിച്ചു പോകാം എക്സാമിന് വരാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം, പ്രിഫിക്സ് തുടങ്ങാം കേട്ടോ. പ്രിഫിക്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് എ വേർഡ് ആണ്. ഓക്കെ, പ്രിഫിക്സും അതിന്റെ മീനിങ്ങുകളാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് പേജില് 1 തൊട്ട് 1 to 18 വരെയുണ്ട് കേട്ടോ, 18 വരെയുണ്ട്. അതിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. മാർക്ക് ചെയ്തോളൂ. 3 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 3 മാർക്ക് ചെയ്തോളൂ. 3 9 മാർക്ക് ചെയ്യാം കേട്ടോ. 9 13 13 13 14 16 17 17 18 18 എത്ര മാർക്ക് ചെയ്യാം കേട്ടോ ആ പേജിനകത്ത്. ഏതൊക്കെയാണെന്നൊക്കെ പറയാണ്. 3 9 13 14 17 18 കിട്ടിയോ നമ്പേഴ്സ്? കിട്ടിയോ നമ്പേഴ്സ്? കിട്ടിയോ? ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ കേറാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുക, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്ലാസ്സിൽ കയറാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ പഠിക്കാൻ പറയാം കേട്ടോ. ലാസ്റ്റ് ഒക്കെ വന്ന് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അപ്പൊ അവരോടൊക്കെ ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വായിക്കാൻ പറയാം കേട്ടോ. ഓക്കെ, വായിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് എ ആണ് കേട്ടോ. എ ഹൈഫൺ ഇടേണ്ട ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബിഗിനിങ് പാർട്ടാണ്. അപ്പൊ അതിനെ തുടർന്ന് മറ്റു പല ആളുകൾ വരാനുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ഹൈഫൺ ഇട്ട് വെച്ചേക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ എഴുതില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എ ഹൈഫൺ എന്താണ് മീനിങ്? എന്താണ്? വിത്തൗട്ട്, ഫോർ വാണ്ട് ഓഫ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. വിത്തൗട്ട്, ഫോർ വാണ്ട് ഓഫ്, ഇല്ലാതെ, ആവശ്യത്തിന് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് എ ബി. എ ബി എന്താണ്? ബിയോണ്ട് എന്നുള്ള അർത്ഥമാണ്. ബിയോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? അപ്പുറം, അതിനപ്പുറത്തേക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അബ്ഡോമൻ. അബ്ഡോമൻ ഇവിടെ ശരിക്കും ബ്രാക്കറ്റ് അല്ല കേട്ടോ വരിക, ഒരു സ്ലാഷ് ആണ് ഇവിടെ വരിക കേട്ടോ. സ്ലാഷ് ആണ് വരിക. അബ്ഡോമൻ, അബ്ഡോമൻ നമുക്ക് അറിയാവുന്നതാണ്, മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ മാർക്ക് ചെയ്യുന്നത് പലതും എന്താണ്? മിക്കാറും ഒട്ടുമിക്കത് നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മൾക്ക് പരിചയത്തിൽ നമ്മൾ പല ചാപ്റ്ററുകളായിട്ടൊക്കെ കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെയാണ് കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് കേട്ടോ. അബ്ഡോമൻ, അബ്ഡോമൻ എന്താണ്? അതൊരു ഗ്രീക്ക് പദമാണ് അല്ലെ. അതിന്റെ മീനിങ് എന്താ? സ്റ്റൊമക്ക് അല്ലെ. അബ്ഡോമൻ മീൻസ് സ്റ്റൊമക്ക് എന്നുള്ള അർത്ഥമാണ്. അടുത്തത് അക്രോ. അക്രോ, ഓ എന്ന വവലാണ് സാധാരണയായിട്ട് നമ്മൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത്. അക്രോ, അക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി എന്നർത്ഥം. പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി, എന്തെങ്കിലും ഒരു തീവ്രതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്. നിങ്ങള് അക്രോമെഗാലി എന്ന് കേട്ടിട്ടുണ്ടോ? അക്രോമെഗാലി കേട്ടിട്ടുണ്ടോ? അക്രോമെഗാലി, ഭീമാകാരത്വം എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ട്. ചിലര് കേട്ടിട്ടുണ്ട്, ചിലരില്ല, കേട്ടിട്ടില്ല. ഓക്കെ, അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ ഭീമാകാരത്വം എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഈ സൊമാറ്റോട്രോപിക് എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഉണ്ട്, വളർച്ചാ ഹോർമോണാണ്. അതിന്റെ ഉത്പാദനം വല്ലാതെ കൂടിപ്പോയി കഴിഞ്ഞാല് ഇങ്ങനെ ഭയങ്കരമായിട്ട് വലുതാവുന്നുണ്ട്. ഓക്കെ, അതാണ് അക്രോമെഗാലി. നിങ്ങളെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഫ്യൂസിന്റെ പരസ്യമാണോ? ഫ്യൂസ് ആണോ 5 സ്റ്റാർ ആണോ എന്നറിയില്ല. ഒരു കെമിസ്ട്രി ലാബിലോട്ട് ഒരു നല്ല ഹൈറ്റ് വെയിറ്റുള്ള ഒരാള് കണ്ടിട്ടുണ്ടോ? അയാള് റെസ്റ്റിലാണെന്ന് തോന്നുന്നത്. കണ്ടിട്ടില്ലേ? ആ ഒരു പരസ്യം കണ്ടിട്ടില്ലേ? ഫ്യൂസിന്റെ പരസ്യമാണോ? ഫ്യൂസ് ആണോ എന്ന് തോന്നുന്നു. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. സിൽജി ഇങ്ങനെയാണ് എഴുതുന്നത്. അക്രോന്നാണ് കേട്ടോ, ബ്രാക്കറ്റ് അല്ല, സ്ലാഷ് ആണ്. അതിൽ കണ്ടിട്ടില്ലേ? അതൊക്കെയാണ് അക്രോമെഗാലി.
ഭീമാകാരത്വം ഭയങ്കരമായിട്ട് വലുതാകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, വളർച്ചാ ഹോർമോൺ ആണ്. പക്ഷെ അതിന്റെ ഉത്പാദനം വല്ലാതെ അങ്ങ് കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് വലിപ്പം വയ്ക്കും. അതാണ് കേട്ടോ അവസ്ഥയാണ് എക്രോ. എക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി, എന്തെങ്കിലും തീവ്രതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ വലിപ്പം ഭയങ്കരമായിട്ട് അതിതീവ്രമായിട്ട് വലിപ്പം വയ്ക്കുക, ആ ഒരു അർത്ഥമാണ് അക്രോമെഗാലി എന്ന് പറയുന്നത് അവസ്ഥയാണ്. സോ അക്രോ മീൻസ് പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി. നെക്സ്റ്റ് വരുന്നത് ആഡ്, AD ആഡ് കേട്ടോ. അതിന്റെ അർത്ഥതാണ് ടു അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് കേട്ടോ. ടു അഥവാ ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അഡിനോ. അഡിനോ ഓ എന്ന വവ്വലാണ് സാധാരണ ചേർക്കുന്ന വവ്വലാണ് അവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. ബ്രാക്കറ്റ് അല്ല കേട്ടോ, സ്ലാഷ് ആണ് അവിടെ വേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണ് കേട്ടോ. അഡിനോ, അഡിനോ എന്ന് പറഞ്ഞാൽ റെഫറിങ് ടു എ ഗ്ലാൻഡ്, ഒരു ഗ്ലാൻഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അഡിനോയിഡ് ഗ്ലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അഡിനോയിഡ് ഗ്ലാൻഡ് കേട്ടിട്ടുണ്ടാവല്ലോ, കുട്ടികളുള്ളവർക്കൊക്കെ എന്തായാലും അറിയാം അഡിനോയിഡ് ഗ്ലാൻഡ് ഇല്ലേ? അതായത് നമ്മുടെ ഈ മൂക്കുണ്ടല്ലോ, നമ്മുടെ മൂക്കിന്റെ പുറം ഭാഗത്തായിട്ടുള്ള ബാക്കിലായിട്ട് വരുന്ന ഒരു ഗ്ലാൻഡ് ആണത്. സാധാരണഗതിയിൽ അത് നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് ആ ഗ്ലാൻഡ് തന്നെ ചുരുങ്ങിപ്പോകും. പക്ഷെ ചില കേസുകളിൽ ഈ ഗ്ലാൻഡ് ഇങ്ങനെ വലിപ്പമൊക്കെ വയ്ക്കും. അപ്പോഴാണ് ഈ കുട്ടികൾക്ക് എന്താ പറയുക, നമ്മുടെ മൂക്കിൽ ദശ വരാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അവർക്ക് ഇങ്ങനെ മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെയുള്ളവരാണ് ഈ വായ തുറന്ന് വെച്ചിട്ട് ശ്വസിക്കുന്നത്. കൂർക്കമരിയുടെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ മാത്രമല്ല, ഈ ഗ്ലാൻഡ് ഇങ്ങനെ വലിപ്പം വെക്കുമ്പോൾ ഡോക്ടർമാർക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, അവരുടെ മോണെ ഇങ്ങനെ ചെറുതായിട്ട് എന്താ പൊന്താൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഒരു പറയാം അഡിനോയിഡിന്റെ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത് കുട്ടികളിലാണ് പൊതുവെ പറയാറ് കേട്ടോ. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതുള്ളൂ. സോ അഡിൻ എന്ന് പറഞ്ഞ അഡിനോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെഫറിംഗ് ടു എ ഗ്ലാൻഡ് ആണ് കേട്ടോ. ഒരു ഗ്ലാൻഡിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ആൻ. എ പറഞ്ഞില്ലേ, അതിന്റെ അർത്ഥം എന്താണ്? വിത്തൗട്ട് ഫോർമാറ്റോ. അതുപോലെ അതേ അർത്ഥം തന്നെയാണ് ആൻ. ആൻ വെച്ചിട്ട് ചെയ്താൽ വിത്തൗട്ട് ഫോർമാറ്റോ. ഓക്കെ, വിത്തൗട്ട് അഥവാ ഫോർമാറ്റോ. നെക്സ്റ്റ് അന, ANA അന. അന എന്ന് പറയുമ്പോ അപ്പ് ബാക്ക് വൺ മോർ ടൈം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പ് ബാക്ക് വൺ മോർ ടൈം. നമ്മൾ ഈ പറയുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് മെഡിക്കൽ ടേംസിൽ ഉപയോഗപ്പെടുത്തും. നമ്മളിപ്പോഴുള്ളവർ അധികം കേട്ടിട്ടുണ്ടാവില്ല. കൂടുതലും ഹെൽത്ത് പ്രൊഫഷണലുകൾക്കിടയിലാണ് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചിലതൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും, ചിലതൊന്നും ഒട്ടും നമുക്ക് അറിയാത്തായിരിക്കും കേട്ടോ. ഒട്ടല്ല, മെജോറിറ്റി നമുക്ക് അറിയാത്തതാണ്. സോ അന എന്ന് പറഞ്ഞാൽ അപ്പ് ബാക്ക് വൺ മോർ ടൈം എന്നുള്ള അർത്ഥമാണ്. ആൻജിയോ അത് വേണമെങ്കിൽ കേട്ടിട്ടുണ്ടാവും നമ്മൾ അല്ലെ. ആൻജിയോ എന്ന് പറഞ്ഞാൽ എന്താ? വെസൽ എന്നർത്ഥം. അപ്പൊ നമുക്ക് ഓർക്കാനുള്ള ഇപ്പോൾ ആൻജിയോഗ്രാം അല്ലെ, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എന്താ ചെയ്യുന്നത്? ബ്ലഡ് വെസലിൽ വരുന്ന ബ്ലോക്ക് ഒക്കെ നമ്മൾ മാറ്റുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പ്രൊസീജിയർ അല്ലേ ആൻജിയോപ്ലാസ്റ്റി അല്ലെ, ആൻജിയോഗ്രാം ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് ബ്ലഡ് വെസലിൽ വരുന്ന ബ്ലോക്കുകളാണ്. അത് തന്നെ കറക്റ്റ് ആണ് കഥയത്. അപ്പൊ ആൻജിയോ വെസലായിട്ട് കണക്ട് ചെയ്യാം. വെസലായിട്ട് കണക്ട് ചെയ്യില്ല, വെസൽ എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, അടുത്തത് ആന്റി. ആന്റി, ANT. ഈ ആന്റി മീൻസ് പ്രയർ ടു ഫോർവേഡ്. ആന്റീരിയർ പാർട്ട്, പോസ്റ്റീരിയർ പാർട്ട് എന്നൊക്കെ പറയും. ആന്റീരിയർ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകൾ ഭാഗമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഈ പറയുന്ന അബ്ഡോമന്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങളില്ല, അതിനെയാണ് നമ്മൾ ആന്റീരിയർ പാർട്ട് എന്ന് പറയുന്നത്. അവിടെ അങ്ങോട്ട് താഴെയുള്ള ഭാഗങ്ങളെയാണ് പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആന്റി എന്ന് പറഞ്ഞാൽ പ്രയർ ടു, ഫോർവേഡ്, മുകളിൽ, മുന്നോട്ട് എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അടുത്തത് ആന്റി, ANT. ആന്റി. ആന്റി മീൻസ് അവേഴ്സ് ടു, ഫോർവേഡ് എന്നൊക്കെയുള്ള അർത്ഥം. അവേഴ്സ് ടു മീൻസ് വിമുഖത എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മൾ പറയില്ല ആന്റി ബയോട്ടിക്, ആന്റി എന്ന് പറയുമ്പോ ആന്റി കൊയാഗുലേഷൻ, ആന്റി കൊയാഗുലേറ്റ് എന്ന് പറയുമ്പോൾ കൊയാഗുലേഷനെ തടസ്സപ്പെടുത്തുന്നതാണ്. പക്ഷെ കൊയാഗുലേഷന് വിപരീതമായിട്ട്, അതിന് അവേഴ്സ് ടു അല്ലെ, അതിന് വിപരീതമായിട്ട് എന്നുള്ള അർത്ഥമാണല്ലോ. അപ്പൊ ആന്റി, അവേഴ്സ് ടു, ഫോർവേഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ആർട്ടീരിയോ അതറിയാലോ. ആർട്ടീരിയോ, ആർട്ടറി, ധമനി എന്ന് നമ്മൾ പറയില്ലേ. നമ്മൾ ഡയാലിസിസ് പഠിച്ചില്ലേ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെ, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ. ആർട്ടീരിയോ, ആർട്ടറി. ഓക്കെ, ദെൻ ആർത്തോ അല്ല കേട്ടോ, ആർത്രോ എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവമാണ് കേട്ടോ. ഇവിടെ ഒരു 6 ചേർക്കണം കേട്ടോ. ആർത്രോ എന്നാണ്. ആർത്രോ എന്ന് പറയുമ്പോൾ എന്താ? പെർട്ടൈനിങ് ടു എ ജോയിന്റ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഓട്ടോ എന്താണ്? വൺ സെൽഫ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നല്ലേ നമ്മൾ പറയാം. പ്രമേഹത്തിനൊക്കെ എന്താ നമ്മൾ പറയാം? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ സ്വയം പ്രതിരോധ ശേഷിയാണ്. ഓട്ടോ, വൺ സെൽഫ് എന്നുള്ള അർത്ഥം അല്ലെ. ഓക്കെ, ബൈ എല്ലാവർക്കും അറിയാം. ബൈ ടു, ബൈസിക്കിൾ എന്നല്ലേ നമ്മൾ പറയാം. ബൈസിക്കിൾ അല്ലെ, ബൈ ടു.
ബയോ, അതും അറിയാം നമുക്ക്. ബയോ എന്താണ്? ബയോ ഓ എന്ന വവലാണ് സാധാരണ ചേർക്കാം. ബയോ ബിലോങ്ങിങ് ടു ലൈഫ് ഏറ്റവും ബയോളജി അല്ലെ, ബയോളജി എന്ന് പറയില്ലേ, ബയോപിക് ഒക്കെ പറയില്ലേ, ബയോപിക് ബയോളജി. ബയോളജി മീൻസ് ഇറ്റ് ഇസ് ബിലോങ്ങിങ് ടു ലൈഫ് ആണ് അല്ലെ, സയൻസ് ഓഫ് ലൈഫ് ആണ്. ഓക്കെ, ബയോ. അതുപോലെ ബ്ലാസ്റ്റോ, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലാസ്റ്റോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റോ എന്ന് പറഞ്ഞാൽ ജേം ഓർ സെൽ എന്നർത്ഥം കേട്ടോ. എന്താണ്? ജേം ഓർ സെൽ എന്നർത്ഥം. ഓക്കെ, ബ്ലാസ്റ്റോ മൈക്കോസിസ് എന്നൊക്കെ പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ബ്ലാസ്റ്റോ മൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ. അപ്പൊ ബ്ലാസ്റ്റോ ജേം ഓർ സെൽ. നിങ്ങളോട് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ഐഡന്റിഫൈ ദ പ്രിഫിക്സ് വിച്ച് മീൻസ് ജേം ഓർ സെൽ. അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഐഡന്റിഫൈ ദ പ്രിഫിക്സ് വിച്ച് മീൻസ് ജേം ഓർ സെൽ. ജേം അല്ലെങ്കിൽ സെൽ എന്നൊക്കെ അർത്ഥം വരുന്ന താഴെ തന്നിരിക്കുന്നതിന്റെ പ്രിഫിക്സ് ഏതാണ് ഇതൊക്കെയാണ് ചോദിക്കുക. നമുക്ക് അറിയണം, കണക്ട് ചെയ്യാൻ പറ്റണം കേട്ടോ. ബ്ലാസ്റ്റോ ജേം ഓർ സെൽ, ബ്ലാസ്റ്റോ മൈക്കോസിസ് അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ ബ്ലിഫാറോ. എന്താണ്? ബ്ലിഫാറോ ഓ എന്ന വവലാണ് ചേർക്കുക. ബ്ലിഫാറോ മീൻസ് ബിലോങ്ങിങ് ടു എൻ ഐലിഡ് ആണ് കേട്ടോ. നമ്മുടെ കൺപോളയുമായിട്ട് ബ്ലിഫാറോ പ്ലാസ്റ്റി എന്നൊക്കെ പറയും. ബ്ലിഫാറോ പ്ലാസ്റ്റി ഒരു കോസ്മെറ്റിക് സർജറി ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ, റീഷേപ്പ് ദ ഐലിഡ്സ്. നമ്മുടെ കൺപോള, ഈ കൺപോളയ്ക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കൺപോളിനെ ഉയർത്താനൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് സർജറിയാണ് ബ്ലിഫാറോ പ്ലാസ്റ്റി എന്നാണ് പറയുക. ബ്ലിഫാറോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റീവ് ടു എൻ ഐലിഡ്, കൺപോളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഓക്കെയാണ്. അപ്പൊ മാർക്കിന്റെ നമ്പേഴ്സ് 3, അതുപോലെ തന്നെ 9, പിന്നെ 30, ഓക്കെ 40, 17 ആൻഡ് 18 ആ പേജിൽ കേട്ടോ. ഒന്ന് വായിച്ചു നോക്കൂ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് കടന്നാലോ? അടുത്ത പേജിലോട്ട് കടക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജില് 19 തൊട്ടാണ് കേട്ടോ. 19 തൊട്ട് എത്ര വരെയുണ്ട്? 42 വരെയാണ് കേട്ടോ. 42 വരെയാണ് പേജിനകത്ത് വരുന്നത്. സോ അതിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെച്ചോ. 28 കേട്ടോ, 28 മാർക്ക് ചെയ്യാം കേട്ടോ. 28, 31, 31, 32, 34, 39, 41. Okay. ഒന്നുകൂടെ പറയാണ്. 28, 31, 32, 34, 39, 41. കിട്ടിയോ നമ്പേഴ്സ്? ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വായിക്കാം കേട്ടോ, വായിച്ചു വെക്കാം. ആദ്യത്തെ എന്താണ്? ബ്രാഡിങ്. ഓക്കെ, ബ്രാഡിങ്. ബ്രാഡിങ് മീൻസ് എന്താണെന്നറിയോ? ഡെൾ എന്നുള്ള അർത്ഥമാണ്, മുഷിഞ്ഞ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഡെൾ ആയിട്ടുള്ളത്. ഓക്കെ, കാൽക്ക്. കാൽക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോൺ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സ്റ്റോണ്. അതുപോലെ തന്നെ ഹീല്. ഹീല് നമ്മുടെ കാല്, കുതികാല് എന്നൊക്കെ പറയില്ലേ, അതാണ് ഹീൽ അറിയാലോ. ഓക്കെ, കാൽക്ക് സ്റ്റോൺ അഥവാ ഹീൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കാർഡിയോ. ഓക്കെ, ഓ എന്ന വവലാണ് ചേർക്കുന്നത് കേട്ടോ. കാർഡിയോ എല്ലാവർക്കും അറിയാം. എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ബിലോങ്ങിങ് ടു ഹാർട്ട് അല്ലെ, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാർഡിയോ. ഓക്കെ, ദെൻ സെഫാലോ. എന്താണ്? സെഫാലോ ഓ എന്ന വവലാണ് ചേർന്നത്. സെഫാലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെഫാലോ ബിലോങ്ങിങ് ടു ദ ഹെഡ് ആണ് കേട്ടോ, തല. ഓക്കെ, ബ്രെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് സെഫാലോ. ഓക്കെ, നമ്മള് ECG പറയില്ലേ? ECG എന്താ?
ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നറിയാലോ നിങ്ങൾക്ക്. ECG, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലേ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലുള്ള ഒരു സംഭവമാണ് EEG, ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ്. അപ്പൊ സെഫാലോ എന്താണ് അവിടെ ചെയ്യുന്നത്? ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതാണ് EEG എന്ന് പറയുന്നത്. ഇലക്ട്രോ എൻസെഫാലോ, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഹെഡ്, ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ ക്ലിയർ ആണല്ലോ. സെഫാലോ റിലേറ്റഡ് ടു ഹെഡ് ആൻഡ് കാർഡിയോ അറിയാലോ, കാർഡിയോളജി റിലേറ്റഡ് ടു ഹാർട്ട്. സെറിബ്രോ അല്ലെ, സെറിബ്രം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് അല്ലെ സെറിബ്രം എന്ന് പറയുന്നത്. സെറിബ്രോ ബിലോങ്ങിങ് ടു ദ സെറിബ്രം, പാർട്ട് ഓഫ് ദ ബ്രെയിൻ അല്ലെ, നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമായിട്ട് സെറിബ്രത്തിനെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സെറിബ്രം. അടുത്തത് സെർവിക് എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. സെർവിക് എപ്പോഴാണ് കേട്ടിട്ടുണ്ടാവുക? ഡെലിവറി ടൈമിലൊക്കെ കേട്ടിട്ടുണ്ടാവും. സെർവിക്സ് എന്ന് കേട്ടിട്ടില്ലേ? സെർവിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ സെർവിക്സ്. രണ്ടുണ്ട്. ഒന്ന് ബിലോങ്ങിങ് ടു ദ നെക്ക് കേട്ടോ. നെക്ക് നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗത്തിന് നമ്മൾ സെർവിക് എന്നാണ് പറയുക കേട്ടോ. സെർവിക് ഏരിയ എന്ന് പറയാം. കഴുത്തിന്റെ ഈ ഒരു ഭാഗമുണ്ട് നമ്മുടെ സ്പൈനൽ കോഡിന്റെ തന്നെ, നമ്മുടെ കഴുത്തിന്റെ പുറം ഭാഗത്തുള്ള ആ കശേരില്ല, ആ ഒരു ഭാഗത്തിനെ നമ്മൾ സെർവിക് എന്ന് പറയും. അതുകൂടാതെ യൂട്രൈൻ സെർവിക്സ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ കണക്ട് യൂട്രസ് ടു വാജിന. ഓക്കെ, നമ്മുടെ യൂട്രസിന് ഗർഭപാത്രത്തിന് വാജിനയായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് സെർവിക് എന്ന് പറയുന്നത്. സെർവിക്കോ എന്ന് പറയുമ്പോൾ രണ്ട് മീനിങ് ഉണ്ട്. ബിലോങ്ങിങ് ടു ദ നെക്കുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. നെക്കിന്റെ പുറം ഭാഗത്ത് സ്പൈനൽ കോഡിന്റെ ഭാഗമായിട്ട് ശരീരത്തിന്റെ ഭാഗമുണ്ടല്ലോ, അവിടെ നമ്മൾ സെർവിക് എന്ന് പറയാറുണ്ട്. അതുകൂടാതെ യൂട്രൈൻ സെർവിക്സ്, ദാറ്റ് കണക്ട് യൂട്രസ് ടു ദ സെർവിക്സ്. ഓക്കെ, then വരുന്നത് കൊളെ ഓർക്കാമല്ലോ. കൊളസ്ട്രോൾ കേട്ടിട്ട് കൊളസ്ട്രോൾ പറയില്ലേ? കൊളെ മീൻസ് എന്താണ്? ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ അല്ലെ, ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ. ബൈൽ എന്ന് വെച്ചാൽ പിത്തരസമാണ്, ഗോൾ അല്ലെ, നമ്മുടെ ലിവർ ഉത്പാദിപ്പിക്കുന്നതാണ് എന്ത്? ബൈല് അല്ലെ, നമ്മുടെ കരൾ ഉത്പാദിപ്പിക്കുന്നതാണ് ബൈല്. ആ ബൈലിനെ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന? അതിന്റെ തൊട്ടടിയിൽ ഒരാളുണ്ടല്ലോ, അതായത് ഗോൾ ബ്ലാഡർ ഉണ്ട് അല്ലെ, പിത്തസഞ്ചി എന്ന് അറിയില്ലേ? അല്ല, ലിവറിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു കുഞ്ഞു ആളുണ്ട്, അയാളാണ് ഗോൾ ബ്ലാഡർ. ലിവർ ഉത്പാദിപ്പിക്കുന്ന ബൈല് മുഴുവൻ കളക്ട് ചെയ്ത് വെക്കുന്ന ഇയാളാണ് ഗോൾ ബ്ലാഡർ ആണ്. ഓക്കെ, അപ്പൊ ബൈൽ ഓർ ഗോൾ. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം കൊളസ്ട്രോൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ലിവറില് ഈ പറഞ്ഞ കൊഴുപ്പ് അടിഞ്ഞു കൂടുകയാണ് അല്ലെ, കൊഴുപ്പിന്റെ അംശം വരികയാണ്. സോ കൊളെ മീൻസ് ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ എന്നാണ് കേട്ടോ. എങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് കോൺട്രോ. ഓയിരുന്ന വവ്വലാണ് സാധാരണ നമ്മൾ ചേർക്കാറ്. കോൺട്രോ മീൻസ് ബിലോങ്ങിങ് ടു കാർട്ടിലേജ് ആണ് കേട്ടോ, കരുണാസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോൺട്രോ. കോസ്റ്റോകോൺട്രൈറ്റിസ് എന്നൊക്കെ പറയാറുണ്ട്. കോസ്റ്റോകോൺട്രൈറ്റിസ് അതായത് നമ്മുടെ ഈ ബോൺ ഉണ്ടല്ലോ, ബോൺ അതിന്റെ ഭാഗത്ത് വരുന്ന ഒരു സ്വെല്ലിംഗ് ആണിത്. ചെസ്റ്റ് ബോണിന്റെ ഭാഗത്ത് വരുന്ന അവിടുത്തെ കാർട്ടിലേജ് റിബ്സ് ഉണ്ടല്ലോ, അവിടെ വാരിയെല്ലുകള്, ആ ഭാഗത്തൊക്കെ വരുന്ന ഇൻഫ്ലമേഷൻ. ഓക്കെ, അതിനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. കോൺട്രോ എന്ന് പറഞ്ഞാൽ ബിലോങ്ങിങ് ടു കാർട്ടിലേജ്, കരുണാസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, സർക്കം എന്താ? സർക്കം അല്ലെ, ഓൾ സൈഡ്സ് അല്ലെങ്കിൽ എബൌട്ട്. ഇതിപ്പോ മെഡിക്കൽ ടെർമിനോളജി അല്ല, വേറൊരു എക്സാമ്പിൾ മാത്സിൽ സർക്കംഫറൻസ് എന്ന് പറയാറില്ലേ? സർക്കംഫറൻസ് എന്താണത്? ചുറ്റും ഉള്ള അർത്ഥം ഇല്ലേ? ഓക്കെ, പിന്നെ നമ്മള് വേറൊരു ഇത് പറയുന്നത് ഇന്ന സർക്കം, എന്താണ് ചില സാഹചര്യങ്ങള് അല്ലെ, ഇത് സർക്കം അങ്ങനെയാണ് പറയുന്നത് സർക്കംഫറൻസസ്. ഓക്കെ, എബൌട്ട് എന്നുള്ള മീനിങ് ഉണ്ട്. ഓൾ സൈഡ്സ്, എല്ലാ സൈഡും, ചുറ്റും എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നതാണ് കോൺട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെയിൻസ്റ്റ്, എതിര്, ഓപ്പോസിറ്റ്, വിപരീതമായത്. നമ്മൾ പറയില്ലേ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയില്ലേ? കോൺട്രാസെപ്റ്റീവ് പിൽസ് ഗർഭനിരോധന ഗുളികകൾ പറയാം. കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയും. അതിന് പ്രഗ്നൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്, പ്രഗ്നൻസിനെ പ്രിവെന്റ് ചെയ്യുന്നത് എഗെയിൻസ്റ്റ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പിൽസ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ കോൺട്രാസെപ്റ്റീവ്, കോൺട്രാ മീൻസ് എന്താ? ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. കോസ്റ്റ്, നേരത്തെ ഞാൻ പറഞ്ഞു കോസ്റ്റോകോൺട്രൈറ്റിസ്. കോസ്റ്റോ മീൻസ് ബിലോങ്ങിങ് ടു എ റിപ്പാണ്. നമ്മുടെ വാരികയില്ലേ, വാരികയില് അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കോസ്റ്റോ. എന്ന വവ്വലാണ് ചേർന്നത് കേട്ടോ. സയാനോ എന്താണ്? സയാനോ മീനിങ് എന്താ? ബ്ലൂ എന്നർത്ഥം. സയാനോസിസ് എന്നൊക്കെ പറയും. അതായത് നമ്മള് COPD പഠിച്ചില്ലേ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. നമ്മുടെ ശ്വാസകോശത്തിലേക്കുള്ള ഈ പറയുന്ന ആ ഒരു തടസ്സം അനുഭവപ്പെടുമ്പോൾ നമുക്ക് ഓക്സിജൻ വേണ്ടത്ര കിട്ടാതെ വരൂലേ? അങ്ങനെ വരുമ്പോ നമ്മുടെ ശരീരത്തില് ഈ പറയുന്ന ഓക്സിജൻ സപ്ലൈ കുറയുന്ന
സമയത്ത് നമ്മളുടെ സ്കിന്നൊക്കെ ഒരു ബ്ലൂയിഷ് കളർ ആവും. വളരെ സിവിയർ ആയിട്ട് വരുമ്പോഴാണ് കേട്ടോ. സിവിയർ ആയിട്ടൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ എന്താ പറയുക സ്കിന്നിന്റെ കളർ ബ്ലൂ ആവാനായിട്ട് തുടങ്ങും. അതിനെ നമ്മൾ സയാനോസിസ് എന്നാണ് പറയുക. സോ സയാനോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലൂ ആണ് കേട്ടോ, മീനിങ് ബ്ലൂ എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് സിസ്റ്റോ. എന്താണ് സിസ്റ്റോ? സിസ്റ്റോ ഓ എന്ന നമ്മൾ ചേർക്കുന്നത് സിസ്റ്റോ. ഇതൊക്കെ റിലേറ്റഡ് ടു ബ്ലാഡർ ആണ്. ബ്ലാഡറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ. സിസ്റ്റോസ്കോപ്പി എന്ന് പറയാറുണ്ട്. ഓക്കെ, എന്താണ് സിസ്റ്റോ? ഇസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് കേട്ടോ. സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ബ്ലാഡർ. യൂറിനറി ബ്ലാഡർ എന്ന് കേട്ടിട്ടില്ലേ? അതൊരു സാക്ക് പോലെ സഞ്ചി പോലെ ഇരിക്കുന്ന ഭാഗമാണ് സിസ്റ്റോ, റിലേറ്റഡ് ടു ബ്ലാഡർ. സൈറ്റോ. സൈറ്റോ നമുക്കറിയാവുന്നതാണ് എന്ത്? റിലേറ്റഡ് ടു എ സെല്ല്. സൈറ്റോളജി അല്ലെ? സൈറ്റോളജി സ്റ്റഡി ഓഫ് സെല്ല് നമ്മൾ ലബോറട്ടറിയിൽ പഠിച്ചില്ലേ? ലബോറട്ടറി പഠിച്ചില്ലേ? ഓക്കെ, പഠിച്ചില്ലേ? എന്ത് ലബോറട്ടറിക്കകത്ത് സൈറ്റോളജി, സൈറ്റോ അല്ലെ? ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിലേറ്റഡ് ടു എ സെല്ല്. ഓക്കെ, അടുത്തത് ഡി. ഡി ഈ ഡി ആണ് കേട്ടോ. ഡൗൺ ഫ്രം എന്നർത്ഥം. ഡൗൺ ഫ്രം താഴെ നിന്ന് മുകളിലോട്ട് കേട്ടോ. ഓക്കെ, ഡെർമാറ്റോ മാർക്കൂല. ഡെർമറ്റോളജി ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഡെർമറ്റോളജി, ഡെർമാറ്റോ എന്താ? റിലേറ്റഡ് ടു ദ സ്കിൻ ആണ്. ഓക്കെ, ഡൈ അറിയാലോ? എന്താണ്? 2 ടൈംസ്, ഡബിൾ എന്നൊക്കെ മീനിങ് ആണ്. ഓക്കെ, അതുപോലെ ഡയാ. ഡയാ DIA ഡയാ. ത്രൂ കംപ്ലീറ്റ്ലി. ഡയാലിസിസ് അല്ലെ? ഡയാലിസിസിൽ എന്താ ചെയ്യുന്നത് നമ്മള്? പ്യൂരിഫൈ കംപ്ലീറ്റ്ലി അല്ലെ? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്തിനെ പ്യൂരിഫൈ ചെയ്യാണ്? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ് അല്ലേ ഡയാലിസിസ് അല്ലെ? ഡയാലിസിസ് ഒരു ഡയാലിസറിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കടത്തി വിടുന്നുണ്ട് അല്ലെ? ത്രൂ അതിലൂടെ കടത്തി വിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. ഡയാ ത്രൂ കംപ്ലീറ്റ്ലി എന്നുള്ള മീനിങ് ആണ്. ഡിസ് DYS ഡിസ്. ഡിസ് എന്ന് പറഞ്ഞാൽ ടഫ്, അഗനൈസിങ്, അബ്നോർമൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അഗനൈസിങ് എന്ന് വെച്ചാൽ വേദനാജനകമായത്. അബ്നോർമൽ എന്ന് പറയുന്നത് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്നോർമൽ ഫങ്ഷൻ, അബ്നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻ ആണ് അല്ലെ? അപ്പൊ അതിന്റെ മീനിങ് എന്ന് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? അബ്നോർമൽ ആയിട്ട് നടക്കുന്ന ഫങ്ഷൻ. അപ്പൊ ടഫ്, അഗനൈസിങ്, അബ്നോർമൽ എന്നൊക്കെയുള്ള മീനിങ് ആണ്. എക്ടോ. എക്ടോ മീൻസ് ഔട്ട് ഫ്രം. എക്ടോ. എക്ടോ എൻജോ എന്നൊക്കെ കേൾക്കുന്നത് നമുക്കറിയാം. എൻജോ എപ്പോഴും അകത്താണ്, എക്ടോ എന്ന് പറയുമ്പോൾ പുറത്താണ് അല്ലെ? എക്ടോ ഔട്ട് ഫ്രം. ഇലക്ട്രോ. ഇലക്ട്രോ അറിയാലോ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അതെന്താണ്? ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആണ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ? ഇലക്ട്രോ റിലേറ്റീവ് ടു ഇലക്ട്രിസിറ്റി ആണ്, റിലേറ്റീവ് ടു ഇലക്ട്രിസിറ്റി. എൻജോ. എൻജോ എന്താണ്? ഇൻസൈഡ്. എൻജോ എന്താണ്? ഇൻസൈഡ്. ഓക്കെ, എൻജറോ. എൻജറോ ഒക്കെ പഠിച്ചതാണ് അല്ലെ? ഗാസ്ട്രോ എൻറ്ററോളജി. എൻജറോ. എൻജറോ മീൻസ് റിലേറ്റീവ് ടു ദ ഇന്റസ്റ്റൈൻ. എന്താണ്? കുടലുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? റിലേറ്റീവ് ടു ദ ഇന്റസ്റ്റൈൻസ്. എൻജറോ. എപ്പി. എപ്പി എന്ന് പറഞ്ഞാൽ അപ്പോൾ, ഓൺ. എപ്പിഡെർമിക് എന്നൊക്കെ പറയും. എപ്പിഡെർമിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സ്കിന്നിന്റെ മുകളില്, സ്കിന്നിന്റെ മുകളിലായിട്ട് വരുന്ന ഇഷ്യൂസ് അതാണ് എപ്പിഡെർമിക്. എപ്പി മീൻസ് അപ്പോൾ അല്ലെങ്കിൽ ഓൺ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ, മാർക്ക് നമ്പേഴ്സ് 28, 31, 32, 34, 39, 41. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെ പോവാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, (28, 31, 32, 39, 41, 34 ഉണ്ട് കേട്ടോ. 31 അങ്ങനെ ഞാൻ നമ്പേഴ്സ് പറയാം. 28, 31, 32, 34, 39, 41. അത്രയാണ് മാർക്ക് ചെയ്തത് കേട്ടോ. കിട്ടിയില്ലേ?
32 പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 32 പറഞ്ഞിരുന്നു. ഒന്നുകൂടെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യണോ? തുടക്കം തൊട്ട് റിപ്പീറ്റ് ചെയ്യണോ? പ്രിഫിക്സ് നമ്മൾ പറഞ്ഞത് 3, 9, 13, 14, 17, 18, 28, 31, 32, 34, 39, 41. ഇത്രയും നമ്പേഴ്സ് മാർക്ക് ചെയ്യണം കേട്ടോ. നമ്പറുകൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.